അല്ലയോ പ്ലക്കമ്മ ശാരികെ, നിങ്ങളുടെ പ്ലക്കിംഗ് വേൾഡിലേക്ക് ആ പെണ്ണിനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് അവളെ സംരക്ഷിക്കുന്നതായി കാണിച്ചുകൊണ്ട് അവർക്ക് ഊക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന നീ ഒരുത്തി മാത്രമാണ്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഇവക്ക് ആരും എന്തും ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് കുഴപ്പം. നീ പ്ലക്കത്തി, നീയാണ് ആദ്യം അവളെ പറ്റി ഇങ്ങനത്തെ വൃത്തികേടുകൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നീ പറയുമ്പോ ആഹാ, വേറുള്ളവർ പറയുമ്പോ ഓഹോ എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഈ പ്ലക്കമ്മയാണ് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ അവളെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ നടത്തി അപമാനിച്ചത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ പലപ്പോഴും ആദ്യമൊക്കെ ഈ രേണുവിന്റെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നി ഈ കുട്ടി എല്ലാവരും കൂടി ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന പാവ കൊച്ചാണല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കയ്യിരിപ്പ് ഇതാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇവിടെ ആർക്കെന്ത് പ്രശ്നം എനിക്കറിയില്ല. ഞാൻ ആകെ തലയിൽ ചെന്ന് കയറിയിരുന്നല്ല അഭിനയിക്കുന്നത്. എന്നാൽ സുചേട്ടന്റെ ഭാര്യ ധാർമ്മിക ഉത്തരവാദിത്തം എന്റെ വീട്ടിലിരിക്കണോ? സുചേട്ടന്റെ ഭാര്യ ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മാന്യമായ രീതിയിൽ താങ്കൾക്ക് എന്താ എനിക്ക് മാന്യതക്കുറവൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് എന്റെ വ്യക്തിപരമാണ്. ഞാൻ ചെയ്യുന്നത് വ്യക്തിപരം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് താങ്കൾ വീട്ടിലിരുന്ന് താങ്കളുടെ മാത്രം കൺമുമ്പിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ട് കാര്യം. മനുഷ്യർക്ക് മാറാൻ പറ്റില്ല ഒന്നുമില്ല. എന്നെ വിളിക്കുന്നത് പൊതുമുതലാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. രേണു സുധി പൊതുമുതലാണ് എന്ന് പറയുന്നത് ഞാനല്ലല്ലോ. നിങ്ങൾ കൃത്യമായിട്ട് കേട്ടില്ലേ? രേണു സുധി പൊതുമുതലാണെന്ന് പറയുന്നത് പ്ലക്കമ്മയാണ്. കേട്ടല്ലോ? അത് അന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഷോർട്ട് ഫിലിം ആകട്ടെ, സിനിമ ആകട്ടെ, ആൽബം ആകട്ടെ, വെബ് സീരീസ് ആകട്ടെ, എന്ത് റീൽ ആകട്ടെ, ഫോട്ടോഷൂട്ട് ആകട്ടെ, ഇനി ആര് വിളിച്ചാലും എനിക്ക് ഇറങ്ങുന്ന രീതിയാണോ ആ വേഷം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കും. ചെയ്യണോ ശശിയെ എന്നാണ് ഈ പറയുന്നത്? ഇനി പൊതുമുതലല്ല എന്ത് പറഞ്ഞാലും ചെയ്തിരിക്കും. ചെയ്യണോ? അപ്പൊ ഈ ജനങ്ങളെ കളിയാക്കുകയല്ലേ? ജനങ്ങളെ കളിയാക്കുന്നത് ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ ജോലി അപമാനിക്കല്ലേ? സൂചാണ്ട് എന്തിനാ അപമാനിക്കണം? മറ്റു സൂചാണ്ട് പ്ലക്കമ്മേ, ഇതൊക്കെ നീ ചോദിച്ച ചോദ്യമല്ലേ? ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. ഒരു ടെലിഫിലിം അഭിനയിച്ചതിന് അവളോട് ഈ ചോദ്യം നിനക്ക് ചോദിക്കാമെങ്കിൽ ഇപ്പോ സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ അവൾ കിടന്ന് കാണിക്കുന്ന പേക്കൂത്ത് കണ്ട ഞങ്ങൾ ചോദ്യം ചോദിച്ചപ്പോ നിനക്ക് നൊന്തു. ഇത് എന്ത് നീതിയാണ് നീ ഉദ്ദേശിക്കുന്നത്? ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത്